ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇന്നത്തെ പ്രഭാതത്തിലെ ചിന്തയ്ക്കായി ലഭിച്ചിരിക്കുന്ന വേദഭാഗം അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ് എഫേസ്യർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം 24-ാം വാക്യം. സത്യത്തിൻ്റെ ഫലമായ നീതിയിലും വിശുദ്ധിയിലും ദൈവാനുരൂപമായി സൃഷ്ടിക്കപ്പെട്ട പുതുമനുഷ്യനെ ധരിച്ചുകൊള്ളുവിൻ. ഒരധ്യാപകൻ ഒരിക്കൽ തൻ്റെ വിദ്യാർത്ഥിയുടെ കയ്യിൽ 2 സൂചികൾ കൊടുത്തിട്ട് പറഞ്ഞു, ഈ 2 സൂചികൾക്കും ഒരു വ്യത്യാസമുണ്ട്, അതെന്താണെന്ന് കണ്ടുപിടിക്കും. കുട്ടി സൂചികൾ ഓരോന്നും എടുത്ത് സൂക്ഷ്മമായി നിരീക്ഷിച്ചു. വ്യത്യാസമൊന്നും കണ്ടില്ല. അവൻ അവ രണ്ടും അളന്നു നോക്കി. വലിപ്പത്തിലും അവയ്ക്ക് വ്യത്യാസമുണ്ടായിരുന്നില്ല. ഓരോന്നിൻ്റെയും ഭാരം അവൻ തൂക്കി നോക്കി. തൂക്കത്തിലും വ്യത്യാസമില്ലെന്ന് കണ്ട് അവൻ അധ്യാപകനോട് പറഞ്ഞു, ഇവയ്ക്ക് രണ്ടിനും ഒരേ അളവും ഒരേ തൂക്കവുമാണ്, വ്യത്യാസമൊന്നും ഉണ്ടെന്ന് തോന്നുന്നില്ല. അധ്യാപകൻ സൂചികൾ രണ്ടും തിരികെ വാങ്ങിയിട്ട് ഇങ്ങനെ പറഞ്ഞു, ഇതിൽ ഒരു സൂചിക്ക് കാന്തശക്തിയുണ്ട്, അത് ഇരുമ്പിനെ ആകർഷിക്കും, മറ്റേതിന് ആ ശക്തിയില്ല. എന്നാൽ ബാഹ്യ കാഴ്ചയിൽ ഈ വ്യത്യാസം തിരിച്ചറിയാനാവില്ല. ഒരു വ്യക്തിയുമായി അടുത്ത് ബന്ധപ്പെടുന്നവർക്ക് മാത്രമേ ആ വ്യക്തിയെ ശരിയായി മനസ്സിലാക്കുവാൻ സാധിക്കൂ. പുറമേ നോക്കിയാൽ ശരിയായി മനസ്സിലാകുകയില്ല. ക്രിസ്തുവിനെ അനുഭവിച്ചറിഞ്ഞ വിശ്വാസിയുടെ പ്രായോഗിക ജീവിതത്തിലും വ്യത്യാസം കാണുവാനായി കഴിയും. പ്രകാരമുള്ള നല്ലൊരു വ്യക്തിയായി ക്രിസ്തുവിനെ മറ്റുള്ളവർക്ക് കാണുവാൻ സാധിക്കുന്ന വ്യക്തിത്വത്തിനുടമയായി ജീവിപ്പാൻ ഇന്നത്തെ പ്രഭാതത്തിലെ വചന കേൾവി നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. പ്രാർത്ഥിക്കാം. പ്രിയ കർത്താവേ, നൽകി തന്ന വചനത്തിനായി നന്ദിയോടെ സ്തോത്രം. ഞങ്ങളിലൂടെ മറ്റുള്ളവർ ക്രിസ്തുവിനെ കാണുവാൻ ഞങ്ങളുടെ ജീവിതവും ഞങ്ങളുടെ പ്രവർത്തനവും കർത്താവിനെ കാണിച്ചു കൊടുക്കുന്ന അനുഭവമുള്ളതായി തീരുവാൻ ഇന്നത്തെ പ്രഭാതത്തിലെ ധ്യാനം അവിടുന്ന് ഇടയാക്കണമേ. പുത്രൻ്റെ നാമത്തിൽ പ്രാർത്ഥന കേൾക്കണം പിതാവേ. ആമേൻ.